മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺലൈനായി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നല്ലതാണോ? നിങ്ങൾ മറ്റെന്ത് മേടിച്ചാലും ഓൺലൈനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതിന് എനിക്കുണ്ടായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ്, എന്നെ വിളിച്ച ആളുകൾ സംസാരിച്ച അവർക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, പിന്നെ അതിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നിങ്ങൾ പോയി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കരുതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് പോളിസി, ഇപ്പോൾ വെഹിക്കിൾ ഇൻഷുറൻസോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസോ ഒക്കെ എടുത്താലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു മാനുഷികമായ ഒരു ഇടപെടൽ കൂടി അവിടെ ആവശ്യമായിട്ടുള്ളതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നു. ഓക്കെ, എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. വൈഫാണ് കൂടെയുള്ളത്. വൈഫിന് ഈ ക്ലെയിം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കൺസേൺ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓൺലൈൻ സൈറ്റുകളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിക്കൂ, നിങ്ങൾ അവിടെ വിളിക്കൂ, ഇവിടെ വിളിക്കൂ, ഇവിടെ മെയിൽ അയക്കുന്നതായി പറയൂ. അവിടെ ഒരു നിങ്ങളുടെ സാഹചര്യം കണ്ടറിഞ്ഞ് നിങ്ങൾക്കൊരു എമ്പത്തിക്കായിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. അതേസമയം അതൊരു ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സാഹചര്യത്തിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ മനുഷ്യനുമായിട്ട് സംസാരിക്കാം. അദ്ദേഹത്തെ ഓൾറെഡി പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ആളോട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനും അദ്ദേഹത്തിന് എമ്പത്തിക്കായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും കഴിയും. ഒരു റിയൽ ഹ്യൂമൻ ബീങ് ആണ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഏജൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ആ അദ്ദേഹത്തിന് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പോളിസി എടുത്തതെന്നുള്ളത് കൊണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് നിങ്ങളോടുണ്ടാകും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സർവീസ് അവിടെ ലഭിക്കാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാം, മാഡം ടെൻഷൻ ആവേണ്ട, നമുക്കത് ക്ലിയർ ചെയ്യാം. ഞാൻ ആ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഡെസ്കുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, കമ്പനിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, ഈ പ്രോബ്ലം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് കഴിയും. മാഡം ടെൻഷൻ ആവേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡം വിളിച്ചോളൂ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ടോക്ക് വളരെയധികം ആ സ്ത്രീക്ക് മാനസികമായിട്ട് പിരിമുറുക്കങ്ങളിൽ നിന്ന് ഒഴിവാവാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു സമാധാനം ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും ഏജൻറ്റിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ബേസിക്കായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും അതേപോലെ തന്നെ ഒരു നല്ലൊരു ശതമാനം ചിലപ്പോൾ ഇൻഷുറൻസ് ഏജൻറ്റുമാർ പോലും പോളിസി വിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്, സെയിലാണ് നടത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒരിക്കലും സർവീസ് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കില്ല. അവരെപ്പോഴും നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പോളിസി എന്ന് പറഞ്ഞ് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിൽ പോലും ചിലപ്പോൾ നമ്മളുടെ നേരെ ഇതാവാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും ബേസിക്കായ ഒരു പ്രശ്നം. ഇവരെല്ലാം ശ്രമിക്കുന്നത് പോളിസി വിൽക്കാനാണ്. അതേസമയം ഒരു സർവീസ് തരാനായിട്ട് താല്പര്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ഏജൻറ്റുമാരാണ്. കാരണം ആ സർവീസ് എന്ന് പറയുമ്പോൾ അവർ പോളിസി തരുന്നത് നാളെ വരുന്ന എല്ലാ ക്ലെയിമുകളും ഞാൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയോട് കൂടിയായിരിക്കും. നാളെ ഈ കസ്റ്റമറിന് വരുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് എനിക്ക് സർവീസ് കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു പോളിസി തരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സർവീസാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓൺലൈനിൽ അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതർ സൈഡിൽ ഇരിക്കുന്ന ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ്. ആ എംപ്ലോയിക്ക് അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ടാകും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടാണ് അവർ ട്രൈ ചെയ്യുക. മൂന്നാമത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ അവരുടെ ആ നമ്പറിൽ നമുക്ക് തിരിച്ച് വിളിക്കാനോ അല്ലെങ്കിൽ അന്ന് നമുക്ക് പോളിസി തന്ന ആളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പോലും നമുക്കൊരു സാഹചര്യം ഉണ്ടാവില്ല. എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ടോ ആയിരിക്കും നമുക്ക് കോൺടാക്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരിക്കലും നമ്മളെ വിളിച്ച നമ്പറിൽ നമുക്ക് തിരിച്ച് വിളിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ആ വിളിച്ച നമ്പറായിരിക്കും ചിലപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവുക. ആ നമ്പറിൽ നമുക്ക് തിരിച്ച് വിളിക്കാൻ പോലും പറ്റില്ല. ഞാൻ സാധാരണ പറയുക, വെള്ളത്തിൽ വരച്ച വര പോലെയാണ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പോളിസി എടുത്താലെന്നാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ വരയ്ക്കുമ്പോൾ അത് കാണാൻ പറ്റും, പക്ഷേ അത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഒരുപാട് കൺസേൺസ് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിവാ ബൂപ്പയുടെ റീഅഷ്യൂർ 2.0 എന്ന് പറയുന്ന ഒരു പ്ലാനിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പ്രീമിയം ചേഞ്ച് ആവില്ല എന്നുള്ളൊരു കണ്ടീഷൻ അതിൽ പറയുന്നുണ്ട്. അത് പ്ലാറ്റിനം ടൈറ്റാനിയം എന്ന് പറയുന്ന 2 വേരിയൻറ്റുകളെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ഓൺലൈനിൽ പോയി എടുത്ത ഒരു വ്യക്തിക്ക് അവർ കൊടുത്തത് ബ്രോൺസ് എന്ന് പറയുന്നൊരു പ്ലാനാണ്. അപ്പോൾ അവർ പറഞ്ഞത്, സാർ ആ ഏജൻറ്റിനെ നമ്മളടുത്തുനിന്ന് പ്രീമിയം എല്ലാം പോട്ടും എടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രീമിയം അവിടെ കുറഞ്ഞു കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പ്ലാൻ എടുത്തു. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോൾ അദ്ദേഹത്തിന് പ്രീമിയം ചേഞ്ച് ആയി. ഉടനെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്തു, നിങ്ങളല്ലേ വീഡിയോയിൽ പറഞ്ഞത് പ്രീമിയം ചേഞ്ച് ആവില്ല. എന്നിട്ട് ഞാൻ ഈ പോളിസി എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എൻ്റെ അടുത്തു നിന്നാണോ പോളിസി എടുത്തത്? ഇല്ല, ഓൺലൈനിൽ നിന്നാണ് പോളിസി എടുത്തത്. അപ്പോൾ സാറിൻ്റെ പോളിസി ഡോക്യുമെൻ്റ് ഒന്ന് നോക്കണം, എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേരിയൻ്റ് ഏതാണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ആ പോളിസി ഡോക്യുമെൻ്റ് അയച്ചു തന്നു. അതിനകത്ത് ബ്രോൺസ് പ്ലസ് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ഈ വേരിയൻ്റാണ്. ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് പ്ലാറ്റിനം ടൈറ്റാനിയം വേരിയൻറ്റുകളുടെയാണ്.
സാർ എൻ്റെ അടുത്തു നിന്നാണ് പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഞാൻ സാറിന് പോളിസി തന്നേനെ. അപ്പോൾ അവർ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാറിന് ചെറിയൊരു കുറഞ്ഞ വേരിയൻറ്റ് തന്ന് സാറിനെ പറ്റിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് പറ്റിയ ചതി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഇതേ രീതിയിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന രീതിയിൽ അവരെ സംബന്ധിച്ചോളം അവർക്കൊരു പോളിസി വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, സർവീസിനെ കുറിച്ച് അവർ ബോധേഡല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കമ്പനിയുടെ സൈഡ് നിൽക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അവർ കമ്പനിയുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും, ഒരിക്കലും കസ്റ്റമറുമായിട്ടല്ല അറ്റാച്ച്ഡ്. അതേസമയം നിങ്ങൾക്കൊരു റിയൽ ഏജൻ്റ് എന്ന് പറയുമ്പം ആ ഏജൻറ്റ് എപ്പോഴും കസ്റ്റമറുടെ സൈഡാണ് നിൽക്കാൻ നോക്കുക, കമ്പനീൻ്റെ സൈഡല്ല. ഇനി ഓൺലൈനിൽ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു ഓൺലൈൻ ആയിട്ടുള്ള സംവിധാനം മാത്രമാണ്. നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ള നിയറസ്റ്റ് ബ്രാഞ്ചിൽ പോയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഫിസിക്കലായിട്ടൊരു ഏജൻറ്റ് ഉണ്ടാവില്ല, ഒരു ഓൺലൈൻ ഏജൻറ്റാണ് ഉണ്ടാവുക. ഒരു മാനേജർ ഉണ്ടാവില്ല, ആ മാനേജറുടെ മുകളിലോട്ടുള്ള ഹൈറാർക്കിയിലുള്ള ഏരിയ മാനേജർ, സോണൽ മാനേജർ, അങ്ങനെ സ്റ്റേറ്റ് ഹെഡ്, ഇങ്ങനെയൊക്കെ പറയുന്ന സംവിധാനങ്ങളിലൊന്നും ഒരു സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കില്ല. എല്ലാം ഓൺലൈനായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു സിറ്റുവേഷനാവും. അപ്പോൾ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ആ കൺസേൺ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് കഴിയില്ല. അതേസമയം മോസ്റ്റ് എലിജിബിൾ ആയ ഒരു ക്ലെയിമാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ക്യാഷ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം. ഇനി ക്യാഷ്ലെസ് നെറ്റ്വർക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഇംബേഴ്സ്മെൻറ്റിന് പോലും പാടുപെടും. അതേസമയം ഒരു ഫിസിക്കൽ ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ട്രാക്ക് ചെയ്യാനായിട്ട് കൂടി എളുപ്പമായിരിക്കും. ഇങ്ങനെ പ്രാക്ടിക്കലി ഉള്ള കുറേ ബുദ്ധിമുട്ടുകളാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ഉള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുന്നു അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് കഴിയും. കാരണം ലൈഫ് ഇൻഷുറൻസിൽ പ്രത്യേകിച്ച് ഇടയ്ക്കുള്ള വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഒന്നുകിൽ ഡെത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി, ഈ രണ്ട് പ്രശ്നമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് വേണമെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഡേറ്റ് മുതൽ നമുക്ക് സർവീസ് എപ്പോഴാണ് വരിക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല, എവിടെയാണ് വരിക എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ റാഞ്ചിയിലൊരു ക്ലെയിം വന്നു. അദ്ദേഹം ഒരു ടൂറുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. അദ്ദേഹത്തിന് വലിയ ലോക്കൽ പരിചയങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ കമ്പനിയുടെ അവിടുത്തെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വേണ്ട സപ്പോർട്ട് നമ്മൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി എടുക്കാനായിട്ട് കഴിയണമെന്നില്ല. അതൊക്കെയാണ് ഓൺലൈൻ എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. ഇനി എങ്ങനെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റിനെ കണ്ടെത്താം? ഞാൻ കുറച്ച് നേരമായിട്ട് ഏജൻറ്റിനെ വഴി എടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു നല്ലൊരു ഏജൻറ്റിനെ കണ്ടെത്താമെന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റ് എന്ന് പറയുമ്പം ലൈഫ് ഇൻഷുറൻസ് ഏജൻ്റ് അല്ല, വെഹിക്കിൾ ഇൻഷുറൻസ് ഏജൻ്റ് അല്ല. അതൊക്കെ എൻ്റയർലി ഡിഫറൻ്റ് ആയ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിൽ കാണേണ്ടുന്നൊരു കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പം ഒരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിന് ഫുൾ ടൈമായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ മോർണിംഗ് 8 o'clock മുതൽ മിഡ് നൈറ്റ് വരെയും എനി ടൈം അദ്ദേഹത്തിന് കോൾ വരാം, അദ്ദേഹം സർവീസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അത്തരത്തിലൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന, ഹോസ്പിറ്റൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന, കുറച്ച് മെഡിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന, അതേപോലെ തന്നെ ചെയ്യുന്ന കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആ കമ്പനിയെക്കുറിച്ച് ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവണം. അതേപോലെ ഏറ്റവും ബേസിക്കായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിൽക്കാനായിട്ട് വരുന്ന ആളാവരുത്, ഒരു സർവീസ് തരാനായിട്ട് വരുന്ന ഒരാളാവണം. അത് അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ബോധ്യപ്പെടും. സാർ ഈ പോളിസി എടുക്കൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൊരു സംഗതി വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെന്നില്ല. അതേസമയം കമ്പയർ ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ, ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന്, ഇപ്പോൾ എല്ലാവരും അധികം ചെയ്യുക എന്താണ്, നല്ല വശങ്ങൾ മാത്രം പറഞ്ഞു തരികയും മോശവശങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പോലും അതങ്ങനെ ഒഴുക്കം മറ്റൊന്ന് പറഞ്ഞു പോവുകയും ചെയ്യുന്ന രീതികളാണ് പലപ്പോഴും കാണാറുള്ളത്. അതിലുപരിയായിട്ട് ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ റീസൺ ഇന്നതാണ്, അതേസമയം തന്നെ ഈ പോളിസിയിൽ ഇന്ന ഡ്രോബാക്കുകൾ കൂടി ഉണ്ട്, അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുകയും, അതേപോലെ തന്നെ എനി ടൈം നിങ്ങൾക്ക് എൻ്റെ സർവീസ് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. കാരണം ഞാനിത് ഫുൾ ടൈമായിട്ട് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കമ്പനീസുമായിട്ട് എനിക്ക് ഇത്ര കണക്ഷൻസ് ഉണ്ട്, എനിക്ക് റിസോൾവ് ചെയ്ത് തരാൻ പറ്റും. അതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തരാനായിട്ടുള്ള വിവരമുണ്ടോ എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏത് സംഗതി ആയാലും ഇപ്പോൾ നമ്മൾ അതിനകത്തൊരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റയും അതിൻ്റെ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കണം. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാനും കഴിയണം. ഇപ്പോൾ ഒരു ക്ലെയിം റിലേറ്റഡ് ആയിട്ട് എൻ്റെ ക്ലെയിം റിജക്റ്റ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ആൻസർ അവിടെ ഉണ്ടാവണം. ഇങ്ങനെ ഈ സമയത്തൊക്കെ ബബ്ബ അടിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഒരു അത്ര പ്രൊഫഷണലായ ഒരു ഏജൻ്റ് ആണ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അതേപോലെ
പാർട്ട് ടൈം ഏജൻസിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇപ്പോൾ വേറൊരു ബിസിനസ്, ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈമായിട്ട് കുറച്ച് കിട്ടുകയാണെങ്കിൽ പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇൻഷുറൻസ് ഏജൻസി എടുത്ത് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു DTP സെൻറ്റർ നടത്തുന്നു, അതിൻ്റെ കൂട്ടത്തിൽ അവിടെ വരുന്നവരിൽ നിന്നും കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു ഏജൻസി എടുത്ത് യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് അവരുടെ മെയിൻ ബിസിനസ് വേറൊന്നുണ്ട്. ഏത് സമയവും പല്ലിയുടെ ഒരു പ്രശ്നം വരുമ്പോൾ വാല് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആദ്യം ഒരു പ്രശ്നം വരുമ്പോൾ കട്ട് ചെയ്ത് കളയുക ഹെൽത്ത് ഇൻഷുറൻസാണ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് എന്തൊക്കെ ആയാലും എങ്ങനെയൊക്കെ ആയാലും കുറച്ചധികം ബിസിനസ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ, ക്ലെയിം കൂടുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടെൻഷൻ ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ലാത്തവർക്ക് ഒരിക്കലും ഇതിനകത്ത് കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ പ്രോബ്ലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ആ ഏജൻസിയാണ്. അദ്ദേഹം ആ ഏജൻസിയെ ഒഴിവാക്കുന്നു, അദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് കുറച്ച് നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് ഇവിടെ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏജൻസിനെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫുൾ ടൈമായിട്ട് ഇത് ചെയ്യുന്ന, മറ്റ് ബിസിനസ്സുകൾക്കൊന്നും പോകാത്ത, ഇത് മാത്രമായിട്ട് ചെയ്യുന്നവരായിരിക്കും ചൂസ് ചെയ്യാവുന്നത്. ഇനിയിപ്പോൾ ഈ ഏജൻറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ ഫുൾ ടൈമായിട്ട് ഈ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിനകത്ത് നിന്ന് റിന്യൂവൽ ഇൻകമാണ് ഉള്ളത്. ഓക്കെ, ഓരോ വർഷവും പോളിസി റിന്യൂ ചെയ്യുമ്പം അദ്ദേഹത്തിന് അതിൽ നിന്നൊരു ശതമാനം കമ്മീഷൻ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിനെ കൺസിസ്റ്റൻ്റായിട്ട് കൂടെ നിലനിർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർവീസ് കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പകരം സർവീസ് കൊടുക്കാനായിട്ട് വേണ്ടുന്ന സംവിധാനം എന്തെന്നും കൂടി അദ്ദേഹം ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാളെ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിൽ കൊണ്ടുവന്നേക്കായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ ഏജൻ്റ് അടുത്ത് ചോദിക്കുമ്പം ആ ഏജൻറ്റിന് കൃത്യമായൊരു മറുപടി ഉണ്ടാവും. നിങ്ങളില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്, അതിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ടാവും. ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏജൻറ്റിനെ വിലയിരുത്താനായിട്ട് കഴിയും. നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളൊരു സർവീസ് കിട്ടാനും സാധ്യതയുണ്ട്. ഇനി ഈ ഏജൻറ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാവണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരു അക്കമിട്ട് തന്നെ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു ഗുഡ് ഏജൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വരേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. അതേപോലെ പോളിസി എടുക്കുമ്പോഴും ഒരു ഇമോഷൻ്റെ ബേസിൽ നിങ്ങൾ പോയിട്ട് പോളിസി എടുക്കരുത്. റാഷണലായിട്ടുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോളിസി എടുക്കാവൂ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിക്കാൻ തയ്യാറായ, കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ തയ്യാറായ എല്ലാവർക്കും, ഈ വാലറ്റം വരെയും കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങളാണ് എൻ്റെ ഏറ്റവും റിയൽ സപ്പോർട്ടേഴ്സ്. നിങ്ങൾക്കാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ താല്പര്യമുള്ളവർ. അതുകൊണ്ട് നല്ലൊരു പോളിസി എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുവരെയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.